ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 21 ആണ് ഇന്ന്. ഇതുവരെ നിങ്ങളെല്ലാവരും ഡേ 1 മുതൽ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രാക്ടീസ് ചെയ്ത് വരുന്നവരെല്ലാവരും തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാഗ്നിഫിഷ്യൻറ്റ് ഔട്ട്കം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് വലിയ ഉത്കണ്ഠയാണ്. അത് എങ്ങനെ വരും, എത്ര നന്നായിട്ട് നടക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ഭക്ഷണം, വീട്ടമ്മമാരൊക്കെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാരൊക്കെ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപ്പ് കൂടി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കിടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, അപ്പോൾ വീട്ടമ്മമാരൊക്കെ ഇന്ന് ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അത് നന്നാവോ എന്തോ എന്നുള്ള ഉത്കണ്ഠ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ ജോലി സ്ഥലത്ത് ഇന്ന് ചെല്ലുമ്പോൾ ഇന്ന് എന്തൊക്കെയാണോ അവിടെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾ, ബോസ് എങ്ങനെയായിരിക്കുമോ എന്നെന്തോ, അദ്ദേഹത്തിൻ്റെ മൂഡ് എങ്ങനെയായിരിക്കും എന്തോ, അതിനനുസരിച്ചായിരിക്കും ഇന്ന് എന്തെങ്കിലും കാര്യങ്ങളുള്ള കാര്യങ്ങൾക്കും അല്ലാത്തതിനൊക്കെ വഴക്ക് കേൾക്കും. ഇങ്ങനെ ഉത്കണ്ഠാകുലരായിട്ടാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഓരോ ദിവസവും മുന്നോട്ട് തള്ളി നീക്കുന്നത്. അപ്പോൾ നമുക്ക് നടക്കാനിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഫാന്റാസ്റ്റിക് ആയിരിക്കും, അമേസിങ് ആയിരിക്കും. നമ്മൾ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട്, ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ ആ ഭക്ഷണം പാകം ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് ആ ഭക്ഷണം ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണമായി തീരുന്നു, ഞാൻ പാകം ചെയ്ത് വരുമ്പോഴേക്കും അത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരിക്കും എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട്, ഭാവനയിൽ കണ്ടുകൊണ്ട് അതിന് അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം, നിങ്ങൾ എന്തിനാണോ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തത് ആ കാര്യം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോയാണ്, ഒരു നിയമമാണ്. ഒരിക്കലും ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ ഭൂഗുരുത്വാകർഷണ ബലം, നമുക്കറിയാം ലോ ഓഫ് ഗ്രാവിറ്റി അല്ലേ, ഭൂഗുരുത്വാകർഷണ ബലം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം ഇത് വർക്ക് ചെയ്യണ്ടെന്നാവോ, ഇനി അടുത്ത കാലെടുത്ത് വെക്കുമ്പോഴേക്കും അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ആകർഷണം താഴേക്ക് ഇല്ലാത്തതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിപ്പോകുമോ, അങ്ങനെയൊക്കെ നമ്മൾ സംശയിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അല്ലെങ്കിൽ ഒരു പൈലറ്റ്, വിമാനം പറത്തുന്ന ഒരു പൈലറ്റ് ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? വിമാനം സ്റ്റാർട്ട് ചെയ്ത് പറത്തുമ്പോഴേക്കും ഇത് ഭൂഗുരുത്വാകർഷണമൊക്കെ ഇന്ന് കൃത്യമായിട്ട് വർക്ക് ചെയ്യുമെന്തോ, അങ്ങനെ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത് ക്രമാതീതമായിട്ടുള്ള നിയന്ത്രണം വിട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിപ്പോകുമോ, അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും അദ്ദേഹം ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇതൊരു പ്രപഞ്ച നിയമമാണ്, ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന നിയമമാണ്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷനും. നമ്മൾ വിശ്വസിച്ചാലില്ലെങ്കിലും അത് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യും. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട കൃത്യമായിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൻ്റെ റിസൾട്ട് അമേസിംഗ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ജോലി സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരുമെന്ന് വിചാരിക്കുന്ന അനാവശ്യമായ ഒരു ഉത്കണ്ഠ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് ബോസ് എന്ന് വഴക്ക് പറയോ, നിസ്സാരമായ കാര്യത്തിന് വഴക്ക് പറയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതിന് പകരം ഇന്ന് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ബോസ് ഏറ്റവും നന്നായിട്ട് എന്നോട് പെരുമാറും, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും എന്ന് നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്വാൻസ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു സാധനം കയ്യിലെടുക്കുമ്പോഴും അത് ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ആ മൊബൈലിന് നന്ദി പറയാം നമ്മൾ. കാരണം ആ മൊബൈലിൽ നമുക്ക് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ലോകമായിട്ട് എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അതിനകത്ത് ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ബ്രൗസ് ചെയ്യാനും വീഡിയോസ് കാണാനും ഒക്കെ നമുക്ക് സാധ്യമാകുന്ന ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അതിന് നന്ദി പറയുക. അപ്പോൾ ഇത് നമ്മൾ എന്തൊരു വസ്തു നമ്മൾ എടുക്കുന്നതിന് മുൻപും നമ്മൾ അതിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിന്, അത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് ഒക്കെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ നന്ദി പറയുക. ഇങ്ങനെ നന്ദി പറയുന്തോറും നമുക്ക് ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് നമ്മുടെ മനസ്സ് ഏറ്റവും സന്തോഷകരമായി മാറുമെന്നുള്ളതാണ് ആദ്യം നടക്കുന്നൊരു കാര്യം. നമുക്ക് എപ്പോഴും വലിയ ഹാപ്പിനെസ് വരും. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസി ആയിരിക്കുമ്പോൾ നമ്മുടെ അതേ രൂപത്തിലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കാൻ പറഞ്ഞത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹൈ ആയിരിക്കുകയും അങ്ങനെ ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ എപ്പോഴും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നിരാശരായിട്ടും ഉത്കണ്ഠാകുലരായിട്ടും ടെൻഷനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി താഴേക്ക് വരികയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എപ്പോഴും ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഇങ്ങനെ അലതല്ലി മനസ്സിലിങ്ങനെ ഉണ്ടാകുമെന്നുള്ളതാണ്. അത് നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധയോടെ നമ്മൾ ഓർത്തിരിക്കുക. നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഇപ്പം എൻ്റെ ചിന്ത എന്താണ്, പോസിറ്റീവ് ചിന്തയാണോ നെഗറ്റീവ് ചിന്തയാണോ, എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവിലേക്ക് നമ്മളിങ്ങനെ ചാഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ കട്ട് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ആരംഭിക്കുകയും ചെയ്യുക. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വീണ്ടും വീണ്ടും ഓർത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും, ഒരു വസ്തു കയ്യിലെടുത്താലും നമ്മൾ മുന്നിൽ കാണുന്ന എന്തിനെ കണ്ടാലും, ജീവനുള്ളോ ഇല്ലാത്തതോ ആയിട്ടുള്ള എന്ത് വസ്തു കണ്ടാലും എല്ലാം എനർജിയാണ്. എല്ലാം എനർജിയിൽ നമ്മൾ കണക്റ്റഡാണ്. അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അഡ്വാൻസായിട്ട് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അഡ്വാൻസായിട്ട് നന്ദി പറയുക. ഇങ്ങനെ ജീവിതം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയോടെ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ എന്തെന്നില്ലാത്ത സന്തോഷത്തിലേക്ക് വരികയും നമുക്ക് നടക്കേണ്ട കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നടക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് പേര് പാസ്റ്റിനെ കുറിച്ച്, അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിച്ച് സങ്കടപ്പെട്ട് ആ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് പേര് കഴിഞ്ഞുപോയ ആ കാലത്തെ ഇനി തിരിച്ചു വരില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വിഷമിച്ച് ഇന്ന് ജീവിക്കാതെ ജീവിക്കുന്നു, ഇന്നിൻ്റെ സുഖം ആസ്വദിക്കാതെ ജീവിക്കുന്നു. കുറേ പേരാവട്ടെ ഭാവിയെക്കുറിച്ചിട്ട്, അതിൻ്റെ ഉത്കണ്ഠയെക്കുറിച്ചിട്ട്, ഭാവിയുടെ ഉത്കണ്ഠകൾ അലട്ടിക്കൊണ്ട് ജീവിതം ടെൻഷനായിട്ട് ജീവിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമാണ്. അതൊരിക്കലും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. പാസ്റ്റ് എന്നുള്ളൊരു ഹിസ്റ്ററിയായി മാറി. ഫ്യൂച്ചർ, ഭാവി എന്ന് പറഞ്ഞൊരു മിസ്റ്ററിയാണ്. അതൊരിക്കലും ജനിച്ചിട്ടില്ല ഇവിടെ, ഇല്ലേ? അപ്പോൾ ജനിക്കാതിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇന്നാണ്, ലിവ് ഇൻ ദ പ്രസൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിൻ്റെ ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നതിൻ്റെ റിസൾട്ടാണ് നാളെ നമുക്ക് കിട്ടുക. അപ്പോൾ നാളത്തേക്ക് കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷനായി ജീവിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ജീവിക്കുന്നതിന് പകരം ഇന്നിൻ്റെ സ്വസ്ഥതയും സുഖവും ആസ്വദിച്ച് ഇന്ന് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് ഈ നിമിഷം എന്ന് പറയുന്നതാണ് സത്യം. അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്കറിയില്ല. കഴിഞ്ഞുപോയ നിമിഷം ഇനി വരാനും പോകുന്നില്ല. അപ്പോൾ ഈ നിമിഷത്തിലാണ് ജീവിക്കുക. അപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും ആസ്വാദ്യകരമാവുകയും നമുക്ക് ഇന്ന് കിട്ടുന്ന ഈ നിമിഷം നമ്മൾ ആക്ട് ചെയ്യുക, നമ്മുടെ ആക്ഷൻ പ്ലാൻ ചെയ്യുക. എന്താണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇന്ന് ചെയ്യാനുള്ളത് ഈ നിമിഷം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ട് മാറുകയും നാളേക്കുള്ള കാര്യങ്ങളിൽ റിസൾട്ട് വരികയും ചെയ്യും. നിങ്ങൾ മുൻപ് ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ നാളത്തേക്ക് ഏറ്റവും ശോഭനമായിട്ടുള്ള ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഈ നിമിഷം പ്രവർത്തിക്കുക, ഇന്ന് ഈ നിമിഷം ആസ്വദിച്ച് ജീവിക്കുക. അപ്പോൾ ഇന്ന് ആയിരിക്കുക, ഈ നിമിഷത്തിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവും സമൃദ്ധിയായിട്ട് ദൈവം നൽകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.